ആഭ്യന്തര വകുപ്പ് നടപ്പാക്കി വരുന്ന ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി സമന്വയ വേദി ആരംഭിച്ച ജീവാമൃതം പദ്ധതിക്ക് കാർത്തികപ്പള്ളി ജംഗ്ഷനിൽ തുടക്കമായി. IHRD കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എൽ ഷാജി ഉദ്ഘാടനം ചെയ്തു. ആഭ്യന്തര വകുപ്പ് നടപ്പാക്കി വരുന്ന ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി സമന്വയ വേദി ആരംഭിച്ച ജീവാമൃതം പദ്ധതിക്ക് കാർത്തികപ്പള്ളി ജംഗ്ഷനിൽ തുടക്കമായി. IHRD കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എൽ ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് ബി രാജശേഖരൻ അധ്യക്ഷനായി. ഓപ്പറേഷൻ തൂഫാനിൽ അണിചേർന്ന് 51 കേന്ദ്രങ്ങളിൽ സമന്വയവേദി നടത്തുന്ന പ്രവർത്തനങ്ങൾക്കും തുടക്കമായി. സന്ദേശവുമായി തത്സമയ പോസ്റ്റർ രചനയിൽ IHRD കോളേജിലെ വിദ്യാർത്ഥികളായ സജിത് സലീം, അശ്വതി എസ്, ആർദ്ര സുരേഷ്, സൂര്യനാരായണൻ തുടങ്ങി 20ഓളം പേർ പങ്കെടുത്തു. സംഘടിപ്പിക്കുന്ന ഇത്തരം പ്രവൃത്തികൾ ഈ നാടിൻ്റെ ഒരു യശസ്സാണ് ഉയർത്തുന്നത്. അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതുകൊണ്ട് നമ്മളും ഇതിൻ്റെ ഭാഗമാകുന്നു എന്നതോടുകൂടി ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി മാറാൻ നമുക്ക് കഴിയുന്നത് എന്നുള്ളത് വളരെ സന്തോഷമായ കാര്യമാണ്. ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ശക്തമായ പോരാട്ടത്തിന് പിന്തുണ രേഖപ്പെടുത്തിക്കൊണ്ട് സാംസ്കാരിക സമന്വയവേദി സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നമ്മുടെ ഈ താലൂക്കിൽ വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങളിത് സംഘടിപ്പിക്കാൻ പോവുകയാണ്. ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ നേതൃത്വം നടക്കുമ്പോൾ സർവാത്മന അതിനെ പിന്തുണച്ചുകൊണ്ട് ഇന്ന് സർവ്വ സമൂഹവും ഇന്ന് അതോടൊപ്പം ചേരുകയാണ്. തീർച്ചയായും ഈ സാംസ്കാരിക സമന്വയവേദി സമൂഹത്തിൻ്റെ ഈ ദുഷിച്ച പ്രവണതയ്ക്കെതിരെ ആഞ്ഞടിക്കുവാൻ ഇന്ന് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങളിൽ ഞങ്ങളോടൊപ്പം പങ്കാളിയായ IHRD കോളേജിലെ മുഴുവൻ യുവ സുഹൃത്തുക്കളോട് പ്രത്യേകമായി കടമ അറിയിച്ചുകൊണ്ട് കാർത്തികപ്പള്ളി UP സ്കൂളിലെ പ്രധാന അധ്യാപകൻ ബിജു വി മുതുകുളത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും പങ്കെടുത്തു. KV നമ്പൂതിരി, മുഞ്ഞനാട് രാമചന്ദ്രൻ, ഹരി കെ ഹരിപ്പാട്, B ബിജു, G രാധാകൃഷ്ണൻ, മേലേത്ത് വിശ്വനാഥൻ, K അനിൽകുമാർ, K സോമനാഥ്, തുളസീധരൻ, ജമിനി ഗണേശൻ, അഡ്വക്കേറ്റ് നൌഷാദ്, കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. കോളേജിലെ NSS യൂണിറ്റാണ് ചടങ്ങുകൾ നിയന്ത്രിച്ചത്. CDNet ന്യൂസ്, ഹരിപ്പാട്.